ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ പല എപ്പിസോഡിലായിട്ട് നമ്മൾ പല ടൈപ്പിലുള്ള സ്റ്റോമ എങ്ങനെ മാനേജ് ചെയ്യണം, പല ഏജ് ഗ്രൂപ്പുകാർക്ക് സ്റ്റോമ വന്നാൽ അവരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഒരു സ്റ്റോമ ബാഗ്, കൊളോസ്റ്റമി ബാഗ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെ തിങ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്, വീട്ടിൽ അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതായത് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഏപ്രൺ ആണ്. ഏപ്രൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് എന്താ പറയുക, നനവ് പറ്റാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഡ്രസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏപ്രൺ നമുക്ക് കെട്ടാം. അതിപ്പോൾ ഇത് വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ഒരു ഏപ്രൺ ആണ്, സ്റ്റോമ പ്രോഡക്ട്സിന്റെ കൂടെ കിട്ടുന്നതാണ്. നമുക്ക് വീട്ടിലാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടവൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു ബാത്ത് ടവൽ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. സ്റ്റോമയുടെ അടിയിലായിട്ട് നമ്മുടെ ഡ്രസ്സ് നനയാതിരിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഏപ്രൺ നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. കൊളോസ്റ്റമി പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു തരം ഏപ്രനാണ്. അതാണ് ആദ്യം നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത്, നമുക്കിനി ഒരു ബാഗ് മാറ്റി വേറൊരു ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് വേണ്ട ഫ്രഷ് ആയിട്ടൊരു ബാഗ് അപ്ലയൻസസ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കൊളോസ്റ്റമി ആണെങ്കിൽ കൊളോസ്റ്റമി ബാഗ് യൂസ് ചെയ്യും. അത് ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു വെൽക്രോ ഉള്ള ബാഗാണ്. വെൽക്രോ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെൽക്രോ കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. ഇങ്ങനെ അടച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് തുറന്ന് വിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിന്റെ അറ്റം എന്ന് പറയുന്നത്, നമുക്ക് വാലറ്റം നമുക്ക് തുറന്ന് മോശം കളയാവുന്ന തരത്തിലുള്ളത് കണ്ടില്ലേ. ഇതുപോലത്തെ കൊളോസ്റ്റമി ബാഗാണ് ഇപ്പൊ നമുക്ക് ലഭ്യമായിരുന്നത്. പലയിടത്തും എല്ലായിടവും കിട്ടുന്ന സാധനമാണിത്. അപ്പൊ ഇത് 2-piece സിസ്റ്റം എന്ന് പറയും. ഇത് സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പാർട്ട് സെപ്പറേറ്റ് ആണ്. അതിനെ പറയുന്നതാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസ് പ്ലേറ്റും ബാഗൂടെ ചേർന്ന് ഒരു സെറ്റായിട്ടാണ് നമുക്ക് വാങ്ങേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഒരേ അളവിലുള്ള ഒരേ മെഷർമെൻറ്റിലുള്ള ബാഗുകൾ തന്നെ ബേസ് പ്ലേറ്റും ബാഗും വാങ്ങണം. അതുപോലെ ഒരേ കമ്പനിയുടേതും തന്നെ വാങ്ങണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് കമ്പനിയുടേതോ രണ്ട് മെഷർമെൻറ്റിലുള്ളതോ ആണെങ്കിൽ ഇത് തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് പോകത്തില്ല. അപ്പം നമ്മുടെ ആ സ്റ്റോമ ഉള്ള വ്യക്തിക്ക് അത് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈസിലും ഒരേ കമ്പനിയുടേതും വാങ്ങാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്ററോ ഡോക്ടറോ റെക്കമെൻഡ് ചെയ്ത് തരും ഏത് തരത്തിലുള്ള ബാഗാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള ബാഗ് തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുക. അപ്പോൾ അതിൽ ഒരു ബാഗും ബേസ് പ്ലേറ്റും നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ യൂറോസ്റ്റമി ആണെങ്കിൽ നമുക്ക് യൂറോസ്റ്റമിയുടെ ബാഗ് തന്നെ ഉപയോഗിക്കാം. ഇത് യൂറോസ്റ്റമിയുടെ ആകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ ഒരു വാൽവ് ഉണ്ടായിരിക്കും. യൂറോസ്റ്റമി ബാഗിന് ഒരു വാൽവ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൊളോസ്റ്റമിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് യൂറോസ്റ്റമിക്ക് മാത്രമേ, യൂറിൻ കളക്ഷന് മാത്രമേ പറ്റുള്ളൂ. ഇതിന് വേറെ ബേസ് പ്ലേറ്റ്. ഇപ്പം 2-piece സിസ്റ്റമാണ്. ഇതിന് രണ്ടും അങ്ങനെ ബാഗ് വേണം ഫ്രഷ് ആയിട്ടുള്ള. പിന്നെ ഈ അഡ്ഹസീവ് റിമൂവർ എന്ന് പറയുന്ന സാധനം, ഇത് അത്യാവശ്യമല്ല, വളരെ അത്യാവശ്യമല്ല. നമുക്ക് വീട്ടിൽ വെള്ളത്തിൽ തുണി മുക്കി നമുക്ക് പതിയെ ബാഗ് ഇളക്കാവുന്നതാണ്. ഇൻ കേസ് ആ ബാഗ് അല്ലെങ്കിൽ ആ ബേസ് പ്ലേറ്റ് നമ്മുടെ ശരീരത്തിൽ അത്രയ്ക്കും കട്ടിയായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിതിന് ഈ റിമൂവർ വൈപ്പ്, ഇത് തുറന്നിട്ട് ഒരു ഗോസ് പീസ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബേസ് പ്ലേറ്റ് ശരീരത്തിൽ നിന്ന് ഇളകി വരാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേരാണ് അഡ്ഹസീവ് റിമൂവർ വൈപ്പ് എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അത്യാവശ്യമുള്ളവർക്ക് മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് ക്ലീൻ ക്ലോത്തിൻ്റെ തുണി, അതായത് വെള്ളയോ ഏതെങ്കിലും നല്ല വൃത്തിയായി കഴുകിയ കുറച്ച് തുണിയുടെ പീസസ്, അത് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം. അത് ടാപ്പ് വാട്ടർ വേണമെങ്കിലും, നമുക്ക് കുടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സേഫ് ആയിട്ടുള്ള വാട്ടറാണ്, ടാപ്പ് വാട്ടർ മതി. അല്ലെങ്കിൽ ചിലർക്ക് തണുത്ത വെള്ളം ദേഹത്ത് വീഴുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വാം ചെയ്ത വാട്ടറാണിത്. തണുപ്പ് ജസ്റ്റ് മാറ്റിയത്. അത് നമ്മൾ എങ്ങനെയാണ് നോക്കുക, നമ്മൾ ഇതിൽ നിന്ന് കയ്യിൽ വെള്ളം എടുത്ത് കൈയുടെ പുറത്ത് ഇങ്ങനെ ഒഴിച്ച് നോക്കണം.
പൊള്ളാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒഴിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു ചെറിയ വാംത് ഉള്ള വാട്ടർ ആയിരിക്കും. ആ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. ഇൻ കേസ് ടോയ്ലറ്റിൽ പോയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് ടാപ്പ് വാട്ടർ യൂസ് ചെയ്തും ഇതെല്ലാം ചെയ്യാവുന്നതാണ്. എങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളുടെ കൂട്ടത്തിൽ ഞാനിതെല്ലാം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു സിസേഴ്സ് ആണ്. ഈ സിസേഴ്സ് എന്ന് പറയുന്നത് ഈ അറ്റം കേർവ്ഡ് ആണെങ്കിൽ ആ വ്യക്തിക്ക് വേഗം തന്നെ ഈ കൊളോസ്റ്റമി ബാഗിന്റെ ബേസ് പ്ലേറ്റിലെ ആ ഓപ്പണിംഗ് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി കേർവ് നല്ലതായിരിക്കും, സ്യൂട്ടബിൾ ആയിരിക്കും. കാരണം കേർവ് ആകുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നമുക്ക് റൗണ്ടിലാണല്ലോ നമ്മുടെ സ്റ്റോമ ബാഗിലെ ബേസ് പ്ലേറ്റിന്റെ ഓപ്പണിംഗ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കേർവുള്ള സിസേഴ്സ് ആണെങ്കിൽ കുറച്ച് സൗകര്യമായിരിക്കും. അതുകൊണ്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ചെറിയൊരു സിസേഴ്സ് കേർവ്ഡ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് വേണ്ടത് ഇതെല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗ്. ഒരു ബാഗിനകത്ത് നമുക്ക് അത് ഓരോരുത്തരുടെ വീട്ടിലെ സ്ഥിതി അനുസരിച്ചാണ്, എങ്ങനെയാണ് അവരുടെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് നോക്കിയിട്ട് ആ രീതിയിൽ ഒരു ബാഗിനകത്ത് നമുക്കിത് കളക്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണെന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. ഓരോ സ്ഥലത്തും വ്യത്യസ്തത ഉണ്ടായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബെൽറ്റ് ആണ്, കൊളോസ്റ്റമി ബെൽറ്റ് എന്ന് പറയും. ഈ ബെൽറ്റ് നമുക്ക് ചിലർക്ക് എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ബേസ് പ്ലേറ്റിൽ ഹോൾ ഉണ്ടായിരിക്കും സൈഡിൽ, അതിൽ കൂടി എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ കൊളുത്തിയിടാവുന്ന ഒരു ബെൽറ്റാണ് ഇത്. നമുക്ക് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഓരോ വ്യക്തിയുടെയും വേസ്റ്റിന്റെ വണ്ണം അനുസരിച്ച് നമുക്ക് ഈ ബെൽറ്റിന്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന തരത്തിലുള്ള ബെൽറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ബെൽറ്റും എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനെല്ലാം പുറമെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത്, എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ പ്ലാസ്റ്റർ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നമുക്ക് അത് വേണമെങ്കിലും ഒരു 4 പീസ് എടുത്തിട്ട് നമുക്ക് ബേസ് പ്ലേറ്റിന്റെ 4 സൈഡിലും ഇത് ഒട്ടിക്കാവുന്നതാണ്. ചിലർ ഒട്ടിക്കത്തില്ല, ചിലർക്ക് നിർബന്ധമാണ്. കാരണം അവർക്ക് ഒരു ഭയമാണ് ഇത് ഇളകി പോകുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയുള്ളവർ ഇത് 4 പീസ് എടുത്ത് 4 വശത്തും ബേസ് പ്ലേറ്റിന്റെ 4 വശത്തായിട്ട് ഒട്ടിക്കും. അതിനൊരു പേപ്പർ പ്ലാസ്റ്റർ. പിന്നെ ഉള്ളത് ഇതിന്റെ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചതിൽ ഈ ബാഗിനാണെങ്കിൽ നമുക്ക് വെൽക്രോ ഉണ്ട്. വെൽക്രോ ഇല്ലാത്ത ഒരു ബാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇതിന് കണ്ടോ, ഇതിന് വാലില് വെൽക്രോ ഒന്നുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ് ഉപയോഗിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലിപ്പ് ഉപയോഗിച്ചാണ് ബാഗിന്റെ അറ്റം ക്ലോസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഇങ്ങനെ ബാഗിന്റെ, നിങ്ങൾക്ക് കാണാമല്ലോ, ഇങ്ങനെ വെച്ചിട്ട് ബാഗിന്റെ അറ്റത്ത് ഇങ്ങനെ വയ്ക്കും. നമ്മൾ ബാഗ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ബാഗിന്റെ വാലുവറ്റം വെച്ചിട്ട് ഇതിങ്ങനെ കൊളുത്തി വയ്ക്കും. വെറുതെ പ്രസ് ചെയ്താൽ മതി. ഇതിനകത്ത് വലിയൊരു സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ ക്ലിപ്പൊക്കെ ഇടാൻ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ തന്നെ പേഷ്യൻറ്റിനെയും അല്ലെങ്കിൽ സർജറി ചെയ്ത വ്യക്തിയെയും അവരുടെ കൂടെ ഉള്ള ആൾക്കാരെയും ഇത് പഠിപ്പിച്ച് തന്നെയാണ് വീട്ടിലേക്ക് നമ്മൾ വിടുന്നത്, എങ്ങനെ ക്ലിപ്പ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ബാഗും ക്ലിപ്പും ഒക്കെ കൊടുത്തിട്ട് അവരത് യൂസ് ചെയ്ത് നോക്കും. 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും അവരത് പഠിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത്, ഒന്നുകിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ ഒരു മിററിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ചെയ്താൽ അവർക്ക് ആ മിററിൽ കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാനും അവരുടെ സ്റ്റോമ കാണാനും സാധിക്കും. സ്റ്റോമ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് വേഗം കറക്റ്റായിട്ട് ആ ബാഗൊക്കെ എങ്ങനെ ഒട്ടിക്കണമെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുനിഞ്ഞ് ഓരോ പ്രാവശ്യം നോക്കിക്കൊണ്ട് വേണം നമ്മളുടെ ബാഗ് ഒട്ടിക്കാൻ. അതേസമയം മുമ്പിൽ ഒരു വലിയ മിറർ ഉണ്ടെങ്കിൽ അതിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ ബാഗ് ഫിറ്റ് ചെയ്യാവുന്നതാണ്, ചേഞ്ച് ചെയ്യുകയും പുതിയത് ഒട്ടിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം ഒരു സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ ബാഗ് ചേഞ്ച് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കാണിച്ചത്. ചിലർ ഗ്ലൗസ് ഉപയോഗിക്കും, ചിലർ ഗ്ലൗസ് ഉപയോഗിക്കത്തില്ല. സ്വന്തം കൈകൊണ്ട് തന്നെ അവരുടെ സ്വന്തം ശരീരമാണ്, സ്വന്തം കുടലിന്റെ ഭാഗമാണ് പുറത്തെടുത്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നമ്മൾ കൈ ഒന്ന് സോപ്പിട്ട് വാഷ് ചെയ്യുക, നല്ലതായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ വാഷ് ചെയ്തിട്ട് അവർക്ക് ഈ പ്രൊസീജിയർ ചെയ്യാം. അതിന് ഗ്ലൗസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. വേണ്ടവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റോമ അപ്ലയൻസസ് ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായ സംഗതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാഗ് ചേഞ്ച് ചെയ്യുന്നത്, ഒരു വ്യക്തി എങ്ങനെയാണ് ബാഗ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഡ്രസ്സുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏപ്രൺ വെക്കുന്നത്.
നിങ്ങൾക്ക് വീട്ടിൽ ടവലോ അങ്ങനെ എന്തെങ്കിലും കെട്ടിയാൽ മതി. ഏപ്രൺ തന്നെ വേണമെന്നില്ല. അപ്പൊ നമ്മള് ഇതിലെ സ്റ്റോമ ബാഗ് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ ഇളക്കണ്ടേന്ന് ആദ്യം ഞാൻ പഠിപ്പിച്ചു തരാം. അതിനാണ് നേരത്തെ പറഞ്ഞ വാം വാട്ടർ, തണുപ്പ് ജസ്റ്റ് മാറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഈ കോട്ടൺ ക്ലോത്ത് മുക്കി പിഴിഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ബാഗിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ടായിരിക്കും നമ്മൾ ബാഗ് വയ്ക്കുക. അപ്പോൾ ബാഗ് ഇളക്കുമ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് വേണം നമ്മൾ ബാഗ് ഇളക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ താഴേന്ന് ബാഗ് ഇളക്കുവാണെങ്കിൽ ഈ ഇതെല്ലാം സ്പില്ല് ചെയ്ത് നമ്മുടെ ദേഹത്തെല്ലാം വീഴും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും മുകളിൽ നിന്ന് ബാഗ് ഇളക്കണമെന്നാണ്. പിന്നെ ചിലർക്ക് വേണമെങ്കിൽ ഈ ക്ലിപ്പ് ഊരിയിട്ട് ഇതിനകത്തുള്ള കണ്ണിനെ നമുക്ക് കളയാം. അങ്ങനെ ആദ്യം ചെയ്യാം. അപ്പൊ ക്ലിപ്പ് എടുത്തു ഊരി വെച്ചിട്ട് നമുക്ക് ഇതിനെ കണ്ടെയ്നർ പൊതുവി നമുക്ക് ക്ലോസറ്റിലോട്ട് കളയാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടെയ്നറല്ലോ പ്ലാസ്റ്റിക് കണ്ടെയ്നറല്ലോ എടുത്തിട്ട് അതിനകത്തേക്ക് കളയുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ വെള്ളമാണ് നിറച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് മോശം ഇപ്പൊ അത് അങ്ങനെ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുക. അപ്പൊ നമ്മൾ എന്നിട്ട് ഇടുക. എന്നിട്ട് വെള്ളത്തില് നന്നായിട്ട് തുണി പിഴിഞ്ഞ് നമ്മൾ ഈ ഭാഗം ഇളക്കാൻ പറഞ്ഞു. അപ്പൊ എപ്പോഴും ഒരു കൈ വെച്ച് നമ്മുടെ ബാഗിൽ വേഫർ ഇളക്കുക, അല്ലെങ്കിൽ ഈ ബാഗിന്റെ ഭാഗം ഇളക്കുക. മറ്റേ കൈ വെച്ച് എപ്പോഴും സ്കിന്നിനെ പ്രസ് ചെയ്ത് പിടിക്കുക. കാരണം മൈന്യൂട്ട് ആയിട്ട് നമ്മൾ വലിച്ച് ഇളക്കി കഴിഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള സ്കിൻ ഫീലിംഗ് സാധ്യമാകും. അവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഈ സ്കിന്നിന് ഇളകി പോകുന്നത്, പക്ഷെ വളരെ മൈന്യൂട്ട് ആയിട്ട് പോകും. അത് പലപ്പോഴും നമ്മൾ പല പ്രാവശ്യം ബാഗ് ഇളക്കുമ്പോഴാണ് കൂടുതലായിട്ട് അങ്ങനെ സംഭവിക്കുന്നത്, ഒരു പ്രാവശ്യം ഇളക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് ബാഗ് ഇളക്കുമ്പോൾ ഒരു കൈ വെച്ച് നമ്മളുടെ വയറിനെ പ്രസ് ചെയ്തുകൊണ്ട് ഓരോ ഭാഗമായിട്ട് ഇളക്കും. ഇനി സാവകാശം ഇളക്കിയെടുക്കുക. ഈ ബാഗിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഏത് ബാഗിലാണ് ഇടേണ്ടത് അതിനകത്തേക്ക് ഇടുക. നമ്മള് കൈ വേണമെങ്കിൽ ഒന്ന് ഇതെല്ലാം എടുത്ത് കഴിയുമ്പോൾ മോഷണമൊക്കെ കൈ പറ്റുവാണെങ്കിൽ നമുക്ക് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് ഒന്നുകൂടെ കഴുകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് ഉണ്ടാവും. അപ്പൊ വീണ്ടും നമ്മൾ ഇപ്പൊ ഇത് മോഷണമൊന്നും കാണാനില്ല, പക്ഷെ ഇവിടെ മോശം പറ്റിയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കാരണം നമ്മൾ അങ്ങനത്തെ ബാഗാണ് ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം ചുറ്റുമുള്ള സ്കിന്നിനെ എല്ലാം നമ്മൾ തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കുന്നു. അതിനുശേഷം സ്റ്റോമയിലുള്ള മോഷൻ എല്ലാം കളയും. ഇത് നമ്മൾ സ്റ്റോമയിലുള്ള മോഷനെയൊക്കെ തുടച്ച് കളയുമ്പോൾ വളരെ സാവകാശം ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഹാർഡായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും രക്തം പൊടിച്ചു വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്കുള്ള ബ്ലഡ് വെസൽസ് നിറയെ ബ്ലഡ് വെസൽസ് ആണ്. അപ്പോൾ അത് എങ്കിൽ മാത്രമേ അതിന്റെ ഫങ്ഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ബ്ലഡ് സപ്ലൈ ഉള്ള ഭാഗമാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ റഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ബ്ലീഡിങ് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബോക്സോ തുണി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് 2-3 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ആ ഇതെല്ലാം നിൽക്കും. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ചെറിയ ബ്ലീഡിങ്ങിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല, അത് തികച്ചു നോർമലാണ്. അപ്പൊ നമ്മൾ മോഷൻ എല്ലാം എടുത്ത് കാണുന്നു. ആ ഭാഗം എല്ലാം ഡ്രൈ ആയോ എന്ന് നോക്കുക. വീണ്ടും ഡ്രൈ ആയോ എടുത്ത് വീണ്ടും എവിടെയെങ്കിലും വെള്ളത്തിന്റെ ഭാഗം ഉണ്ടെങ്കിൽ ഇതിപ്പോ നമ്മള് ഡെയിലി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഡെയിലി എന്ന് പറഞ്ഞാൽ നമ്മള് 2 പീസുള്ള ബാഗാണ് ഉപയോഗിക്കുന്ന പോകുന്നത്. ഞാൻ ഇനിയിപ്പോ അടുത്ത കാണിക്കുന്ന 2 പീസുള്ളതാണ്. ഒന്ന് ദേഹത്ത് ഒട്ടിച്ചു വെക്കും, ഒന്ന് ആ ബാഗ് അതിന്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാഗ് മാത്രം ഡെയിലി എടുത്ത് കഴുകിയാൽ മതിയാകും. ഒട്ടിച്ചിരിക്കുന്ന ഭാഗം സ്കിൻ പ്രൊട്ടക്റ്റീവ് പാർട്ട് എന്ന് പറയാം, വേസ്റ്റ് പ്ലേറ്റ് നമ്മൾ എന്നും ഇളക്കി മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു കവറിങ് ഒക്കെ ചെയ്ത് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം വേഫറും അതായത് ബേസ് പ്ലേറ്റും കൂടെ ഇളക്കുന്ന സമയമാണെങ്കിൽ എല്ലാം ഇളക്കി മാറ്റിയിട്ട് നമ്മൾ ആ വ്യക്തിയോട് പറയുന്നത് പോയി നന്നായിട്ട് ഷവർ ബാത്തോ അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിച്ച് സോപ്പും വെള്ളവും ഒക്കെ ഈ ചുറ്റും ഉള്ള സ്ഥലത്തും സ്റ്റോമയിലും എല്ലാം സോപ്പും വെള്ളവും തേച്ച് നന്നായിട്ട് കുളിക്കാൻ പറയും. കുളിച്ചിട്ട് വന്നതിന് ശേഷം അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള പുതിയ ബാഗ് ഒട്ടിക്കാൻ പറയും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കിടത്തി ചെയ്യുമ്പോൾ മാത്രമാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത്
മെഷറിംഗ് ഗൈഡ് വെച്ച് സ്റ്റോമ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലുള്ള മെഷറിംഗ് ഗൈഡ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിപ്പം ഉള്ള സ്ഥിതിക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഏറ്റവും ചെറിയ ഹോൾ തുടങ്ങി കുറച്ചുകൂടെ വലുത്. എപ്പോഴും നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് മുട്ടിച്ച് വെച്ച് നമ്മൾ അളവെടുക്കരുത്. ഇത് ചെയ്യേണ്ടത് ഇതിന് പുറമെ ജസ്റ്റ് അത് പിടിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ സ്റ്റോമയുടെ സൈസ് മെഷർ ചെയ്യുക. ഇതിപ്പോ റൗണ്ട് ആണ്. ചില വ്യക്തികളിൽ സ്റ്റോമ എന്ന് പറയുന്ന ഓവൽ ഷേപ്പിൽ വരാം. എപ്പോഴും റൗണ്ട് ആകണമെന്നില്ല. അത് സർജറി സമയത്ത് സർജൻ അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചില വരുന്ന വ്യത്യാസങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ കുടലിന്റെ ഘടന അനുസരിച്ച് ചിലപ്പോൾ ശകലം ഒരു ഓവൽ ഷേപ്പിൽ സ്റ്റോമ വരാം. ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് എഡിമ ഉണ്ടാകും, നീര് പോലെ വന്നിരിക്കാം. അപ്പൊ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ സ്റ്റോമയുടെ ഇത് കട്ട് ചെയ്യാൻ, ഓപ്പണിങ് കട്ട് ചെയ്യാൻ. അപ്പൊ ഇതിപ്പോ ഞാൻ നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണ്. ഇത് 32 മില്ലിമീറ്റർ സൈസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 32 മില്ലിമീറ്റർ സ്റ്റോമയിലെ ബാഗിൽ നമ്മൾ ഇതിനകത്ത് മെഷർമെന്റ് ഉണ്ട്. ഈ മെഷർമെന്റിൽ നമുക്ക് 32 മില്ലിമീറ്റർ അളന്ന് എടുക്കാം. നിങ്ങൾക്ക് കാണാമായിരുന്നു. ഇതിന് അപ്പം 20 ഉണ്ട്, 30 ഉണ്ട്. അപ്പൊ 30 ചേർന്നുള്ള 32 നമ്മൾ അങ്ങനെ ഒരു സൈസ് നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് മെഷറിംഗ് ഗൈഡ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മള് സിസേഴ്സ് എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് കുഞ്ഞു ഹോളാണ്. ഈ കുഞ്ഞു ഹോളിനെയാണ് നമ്മൾ വലുതാക്കേണ്ടത്. അപ്പൊ ഒത്തിരി വലുതായി കഴിഞ്ഞാല് ചുറ്റുമുള്ള തൊലിയിലെല്ലാം ഈ മോഷനൊക്കെ യൂറിൻ വന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിന്റെ കറക്റ്റ് സൈസില് ഹോള് കട്ട് ചെയ്യാനാണ് പറയുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ 30 ഉണ്ട്. 30-ന് നമുക്ക് വരുന്ന രീതിയിലാണ് കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് 2 പീസ് സിസ്റ്റം ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും ആ വ്യക്തിയെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ നമ്മൾ 2 പീസ് സിസ്റ്റത്തിലേക്ക് മാറ്റിയാണ് പഠിപ്പിച്ചാണ് വീട്ടിൽ വിടുന്നത്. അപ്പൊ നമുക്ക് ഈ ബാഗ് ഇതിന്റെ ഹോള് കട്ട് ചെയ്യാന് മെഷറിംഗ് ഗൈഡ് ഇല്ലാത്തവർക്ക് ഇതിൽ തന്നെ മെഷർമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ അളവിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്യുക. ഇപ്പൊ 20 ഞാൻ ഇതിനകത്ത് മെഷർമെന്റ് ഉണ്ട്. ഓരോ അളവുണ്ട്. 20 ഉണ്ട്, 30, 40, 50. ഇപ്പൊ 50 മില്ലിമീറ്റർ സൈസ് വരെ നമുക്ക് ഈ ബേസ് പ്ലേറ്റ് കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ അളവിൽ കട്ട് ചെയ്യുക. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ എന്നിട്ട് നിങ്ങൾ ഇതിന്റെ പുറത്ത് വെച്ച് നോക്കുക. ഇതിന്റെ പുറത്ത് വയ്ക്കുമ്പോ ഇതിന് ഈ സ്റ്റോമയെ നല്ല രീതിയിൽ ഇതിനകത്ത് ഉൾക്കൊള്ളണം. ഈ ഓപ്പണിങ്ങിനാണ്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആകുന്നില്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്യുക. ഒരിക്കലും ആദ്യമേ തന്നെ വലിയ ഓപ്പണിങ് നിങ്ങൾ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് വെച്ച് നോക്കാം കേട്ടോ. ഇപ്പോഴും അതിനെ ഞെരുക്കിയാണ് കൊള്ളുന്നത്. അപ്പൊ അതും പോരാ, കുറച്ചും കൂടി വലുതാക്കുക. അങ്ങനെ മാത്രമേ ചെയ്യാവൂ. ഇനി നമുക്ക് വെച്ച് നോക്കാം. അപ്പൊ ഇത് ഏകദേശം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാം, ഇതിനകത്ത് നന്നായിട്ട് ഇരിക്കുന്നത് കാണാം. അതിനുശേഷം നമുക്ക് ഇതിന് ചെറിയ സ്ലിറ്റുകൾ വേണമെങ്കിൽ നോക്കാം. ഇങ്ങോട്ട് ഇങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുണ്ടാക്കാം അതിനകത്ത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇൻ കേസ് ഈ സ്റ്റോമയ്ക്ക് വല്ല നീര് വയ്ക്കുക വല്ലതും ചെയ്യുവാണെങ്കിൽ സ്റ്റോമയ്ക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ടച്ച് ചെയ്ത് ബ്ലീഡ് ചെയ്യുകയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു സ്ലിറ്റുകൾ നമുക്ക് ഇങ്ങനെ ഇടാം. അത്യാവശ്യമാണെങ്കിൽ ഇട്ട് വയ്ക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് ഈ ഫിംഗർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതിനെ സ്മൂത്തൻ ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിൽ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒന്നും വരാതെ ഡിസ്കംഫർട്ട് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണേൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ബാക്കിലുള്ള പേപ്പർ ഇളക്കുവാണ് ചെയ്യുന്നത്. ബാക്കിലുള്ള പേപ്പർ ഇളക്കുമ്പോൾ നിങ്ങൾ ഇതിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ 2 കൊളുത്തുകൾ ഇവിടെ ഉണ്ട്. അതിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പേപ്പർ ഇളക്കാം.
പേപ്പർ ഇളക്കി മാറ്റും. ഇനി ഈ പേപ്പർ കളയരുത്. നിങ്ങൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്ന പേപ്പർ ആണെങ്കിൽ ഇത് കളയരുത്. കാരണം ഇതൊരു മെഷർമെന്റ് നിങ്ങൾക്ക് ഇനിയുള്ള കാലം മറ്റേ ബേസ് പ്ലേറ്റിൽ വെച്ച് കട്ട് ചെയ്യാൻ ഈ പേപ്പർ ഉപയോഗപ്രദമാകും. അതുകൊണ്ട് വേണമെങ്കിൽ ഇത് സൂക്ഷിച്ചു വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ പിടിച്ചുകൊണ്ട് ഈ ബെൽറ്റ് ഇടാൻ വേണ്ടി ഈ കൊളുത്ത് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ബെൽറ്റ് ഇടുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ ബേസ് ലൈനിലായിരുന്നു. അതുകൊണ്ട് ഇത് പൊട്ടിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് അതിന് പാകമായിട്ട് ഈ ബേസ് പ്ലേറ്റ് നമുക്ക് നന്നായിട്ട് ഒട്ടിക്കുക. ആദ്യം അകവശം ഒട്ടിക്കുക. എന്നിട്ട് ഈ ഭാഗം ഒട്ടിച്ച് നമ്മൾ കൈ വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കാം. എന്തിനാണെന്നറിയാമോ? ഇത് നന്നായിട്ട് ഈ വേഫർ അല്ലെങ്കിൽ ബേസ് പ്ലേറ്റ് നമ്മുടെ ശരീരത്ത് ഒട്ടുന്നതിന് വേണ്ടി ഒട്ടിച്ചു വയ്ക്കും. അപ്പൊ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാഗ് കളക്ട് ചെയ്യണം. ഇത് ഞാൻ ഇപ്പോ എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുന്നത് ഒരു യൂറോസ്റ്റമി ബാഗാണ്. ഇതിന് വാലുള്ളത് യൂറോസ്റ്റമി ആണ്. യൂറിൻ ഈസി ആയിട്ട് പോകാൻ വേണ്ടി. മോഷന് വേണ്ടിയിട്ട് ഈ ബാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ മോഷൻ വന്ന് തടയും. ഇങ്ങനെയുള്ള ബാഗ് ഉപയോഗിക്കരുത്. മോഷൻ ഉപയോഗിക്കുന്നത് വേറെ തരത്തിലുള്ള ബാഗ് ഇതുപോലെ ഇരിക്കും, താഴേക്ക്. ഇത് നമ്മള് യൂറിന് വേണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ യൂറിന്റെ ബാഗ്, യൂറോസ്റ്റമി ബാഗ്. ഇപ്പം കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബാഗ് ഒട്ടിച്ചു കൊടുക്കും. അതേസമയം വീട്ടിലെല്ലാം നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ബാഗ് ഒട്ടിക്കുന്നത്. കാരണം ഇത് അവരുടെ ഡ്രസ്സിനുള്ളിലേക്ക് കിടന്നോളും. പുറമെ നിൽക്കുന്ന ആളിനെ കാണത്തില്ല. ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഒട്ടിക്കാൻ പോകുന്നത് ഇങ്ങനെ. നിങ്ങൾ കാരണം വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പോകും. അത് വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ബാഗിനെ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. 4 വശം നമ്മൾ പ്രസ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് ഇത് ബാഗ് വീഴുമ്പോ നിങ്ങൾക്ക് ഒരു കിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. അതാണ് ഇത് നന്നായി വീണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത്. നിങ്ങൾക്ക് 4 വശവും കുറച്ച് നോക്കഴിഞ്ഞ് തുറന്ന് നോക്കുക. എല്ലാ സൈഡും ബാഗ് പൊട്ടിയിട്ടുണ്ടോ, ബാഗ് പ്രസ് ചെയ്ത് ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ആ കിക്ക് എന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ശരിയായിട്ട് വീണിട്ടുള്ളത്. അതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് നമ്മൾ പ്രസ് ചെയ്ത് വെക്കും. ഇതൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ക്ലിപ്പാണ്. അത് നമ്മൾ ചേർത്താൻ വയ്ക്കും. എന്നിട്ട് ഈ ബാഗ് ഇങ്ങനെ താഴോട്ട് കിടക്കും. താഴോട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് ഇതിന് അടിയിലോട്ട് ഇത് ബാഗ് വെച്ചിട്ട് നിങ്ങളുടെ ഡ്രസ്സ് ഇതിനകത്ത് പുറമേ ആക്കാൻ പറ്റും. അപ്പൊ പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ബാഗ് ഇരിക്കുന്നത് കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ഇത്രയും ചെയ്ത് ഇപ്പൊ നമ്മൾ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ എപ്പോഴും സ്റ്റോമ ഒബ്സർവ് ചെയ്യാൻ പറയും. എന്തെങ്കിലും സ്റ്റോമയ്ക്ക് മാറ്റം ഉണ്ടോ അങ്ങനെ നോക്കാൻ പറയും. അത് എപ്പോഴും ചെയ്യുന്നത് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ സ്റ്റോമയെ നോക്കണം. എന്ന് വെച്ചാൽ മോഷൻ പറ്റിയിരിക്കുമ്പോൾ നമുക്ക് സ്റ്റോമയിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ മനസ്സിലാകത്തില്ല. അപ്പൊ മോഷൻ എല്ലാം ക്ലീൻ ആക്കിയതിനു ശേഷം ഈ സ്റ്റോമ നമുക്ക് കാണുമ്പോൾ പിന്നെ നമ്മൾ കാണിച്ചു തരാം. ഈ സ്റ്റോമ കാണുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഈ ശരീരത്തോട് ചേർന്ന ഭാഗത്ത് സ്കിന്നില് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ? ചിലപ്പോ ചുവപ്പ് കളർ കാണാം സ്കിന്നിന്. സ്റ്റോമയുടെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും. അത് നോർമൽ കളർ. ഇതൊരു മുറിവല്ലല്ലോ, നമ്മുടെ കുടലിന്റെ ഭാഗമാണ് പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ നോർമൽ കളർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലപ്പോ ഒരു ചാര കളർ വരാം, അല്ലെങ്കിൽ ശരിക്കും ബ്ലാക്ക് കളർ, കറുപ്പ് കളർ വരാം. അതെല്ലാം സംഭവിക്കുന്നത് ഇതിലേക്കുള്ള രക്തഓട്ടത്തിന് പ്രശ്നം വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചുറ്റുമുള്ള സ്കിന്നിന് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബാഗ് നമ്മൾ പ്രസ് ചെയ്ത് സൗണ്ട് നമുക്ക് എനിക്കിപ്പോ കേൾക്കാൻ, നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോയിൽ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. നല്ലതായിട്ട് 4 വശത്ത് പ്രസ് ചെയ്ത് പിടിക്കുക. ഇത് ഡ്രസ്സിനുള്ളിലേക്ക് ആക്കി ഇടുക. എന്നിട്ട് നമുക്ക് ഏപ്രിൽ മാറ്റാം.
ഇത് നിങ്ങൾക്ക് കൈ വാഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമ്മൾ ബാഗ് ചേഞ്ച് ചെയ്യുന്നത്. ബാഗുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള പാൽ അറ്റത്ത് ഇത് വെൽക്രോ എന്ന് പറയും. ഇതിനെ നമ്മൾ ഒട്ടിക്കുവാണ്. നമുക്ക് ഇതിൽ കൂടി മോഷൻ കളഞ്ഞിട്ട് ഇവിടെ മാത്രം ക്ലീൻ ചെയ്തിട്ട് ഇത് മാത്രം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിക്കാവുന്നതാണ്. വെൽക്കം ഇങ്ങനെ ഒട്ടി അങ്ങ് ഇരുന്നോളൂ ബാഗ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാഗ് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ബാഗ് അത് 1 പീസ് ഒറ്റ പീസ് ആയതുകൊണ്ടാണ് ഞാൻ കളഞ്ഞത്. 2 പീസ് ആണെങ്കിൽ നമ്മൾ ബാഗ് മാത്രം എടുത്തിട്ട് കഴുകി നല്ലതുപോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇതിനകം കഴുകി കളയാം. കളഞ്ഞിട്ട് നമുക്ക് തണലുള്ള ഭാഗത്ത് കൊണ്ട് എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാല് 2 ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം ബാഗ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ബാഗ് എടുത്ത് ഫിറ്റ് ചെയ്യാം. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഒരു 1/3 ഭാഗം മോശം നിറയുന്ന അല്ലെങ്കിൽ ഒരു പകുതി ഭാഗം മോശം നിറയുമ്പോഴത്തേക്കും ബാത്റൂമിൽ പോയി നമുക്ക് ടോയ്ലറ്റിൽ പോയിട്ട് ഇത് തുറന്ന് നമുക്ക് മോശം കളഞ്ഞിട്ട് ഇവിടെ മാത്രം ക്ലീൻ ചെയ്ത് തിരിച്ചൊട്ടിക്കാവുന്നതാണ്. ഇത്രയാണ് സിമ്പിൾ ആയിട്ട് എങ്ങനെ ബാഗ് ചേഞ്ച് ചെയ്യാമെന്നുള്ളത്.